ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറത്ത് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ കേസിലെ മുഖ്യപ്രതി സെബാസ്റ്റ്യൻ ഒരു സീരിയൽ കില്ലറാണോ? ഐഷ തിരോധാന കേസിലും സെബാസ്റ്റ്യന് പങ്കുണ്ടോ? നിർണായകമായൊരു വെളിപ്പെടുത്തലാണ് ഇന്ന് പുറത്തു വന്നത്. ഐഷയും സെബാസ്റ്റ്യനും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നതായി സെബാസ്റ്റ്യൻ നൽകിയ പണം വാങ്ങാൻ പോയ ദിവസമാണ് ഐഷയെ കാണാതായതെന്നും സെബാസ്റ്റ്യന്റെ പെൺ സുഹൃത്ത് റോസമ്മ ന്യൂസ് 18 പറഞ്ഞു. ഈ വിവരം ചേർത്തല പോലീസിനെ അറിയിച്ചെങ്കിലും അന്വേഷണം ഉണ്ടായില്ലെന്നും റോസമ്മ വ്യക്തമാക്കുന്നു. സെബാസ്റ്റ്യൻ ഇവിടെ സ്ഥലം നോക്കാൻ വന്നു, റിയൽ എസ്റ്റേറ്റായിട്ട് സ്ഥലം നോക്കാൻ വന്നു. അങ്ങനെ ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. പുള്ളി ആൾക്കാരെ കൊണ്ടുവരാമെന്നും പറഞ്ഞ് പറമ്പത് വെച്ചു. പക്ഷെ ആരും വന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് കല്യാണാലോചനയും കൊണ്ട് വന്നത്. അത് കഴിഞ്ഞിട്ട് കല്യാണം ആലോചിച്ചപ്പോൾ ഈയുടെ പറച്ചിൽ നിന്നൊക്കെ പരസ്പര വിരുദ്ധം കണ്ടു. അതുകൊണ്ട് ഞാൻ സൂക്ഷ്മപരം അറിയാൻ തിരുനെല്ലപ്പള്ളിയിലെ അച്ഛനെ പോയി കണ്ടു. അച്ഛനിൽ നിന്ന് വിവരങ്ങളൊക്കെ അറിഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളി കല്യാണാലോചനയും കൊണ്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലറിയിക്കാം, എനിക്ക് 7 ആങ്ങളമാരുണ്ട്, ഞാൻ അവരെ വരുത്താം, വന്നിട്ട് അവരാലോചിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അത് കാരണം പിന്നെ പുള്ളി പോയിട്ട് പിന്നെ ഈ വഴിക്ക് വന്നിട്ടില്ല. ഈ ഐഷയും സെബാസ്റ്റ്യനും ഒരുമിച്ചില്ലേ ആ സ്ഥലം വൃത്തിയാക്കാനൊക്കെ നിന്നിരുന്നത്? അതെ, അത് ഞാനിവിടെ ഇല്ലാഞ്ഞപ്പോഴാണ്. എന്തായിരുന്നു അന്നുണ്ടായത്? അല്ല, ഞാനിവിടെ ഇല്ലാഞ്ഞപ്പോൾ അവർ JCB വിളിച്ച് സ്ഥലം തെളിപ്പിച്ചു. മാവേന്ന് മാങ്ങയൊക്കെ പറിച്ചുകൊണ്ട് പോയി. ഐഷയും സെബാസ്റ്റ്യനും ഒരുമിച്ചുണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നേ ഉള്ളൂ. ഐഷയോട് ചോദിച്ചിട്ടുണ്ടല്ലോ മാങ്ങ പറിച്ച കാര്യമൊക്കെ? ഐഷ ഉണ്ടായിരുന്നു പറഞ്ഞില്ലോ? പറഞ്ഞു. സെബാസ്റ്റ്യനും ഐഷയും തമ്മിൽ സൗഹൃദമുണ്ട്. ഉള്ളതുകൊണ്ടല്ലേ തൻ്റെ അടുത്തല്ലേ ചെയ്തേ. അവർ തങ്ങളുള്ള ലോകത്തിന്റെ കൂട്ടത്തിൽ അവർ വന്ന് കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട്. ഈ പണമിടപാടും ഐഷ കാണാതാകുന്നത് ഞായറാഴ്ചയാണ് അല്ലേ? അപ്പോൾ ആ ദിവസം വിളിച്ചിട്ടുള്ള ഒരാള് റോസമ്മ ചേച്ചിനെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. കോള് വന്നതേ ഉള്ളൂ, ഞങ്ങൾ മിണ്ടിയില്ലല്ലോ. എന്തുകൊണ്ടാണ് കോൾ എടുക്കാൻ പറ്റാത്തത്? ഐഷ എല്ലാവർക്കും വേറെ ആരെങ്കിലും വിളിച്ചത്. ഐഷയുടെ ഫോണിൽ നിന്ന് വേറെ ആരെങ്കിലും വിളിച്ചത്. ഐഷ ആയിരുന്നെ പറഞ്ഞേനെമായിരുന്നു. അല്ലെങ്കിൽ ഐഷയ്ക്ക് എന്നേലും പറയാൻ വേണ്ടിയിട്ടായിരിക്കും എന്നെ വിളിച്ചത്. എത്ര മിസ് കോൾ ഉണ്ടായിരുന്നു അന്ന്? ഞാൻ വരുമ്പോൾ പള്ളിയിൽ നിന്ന് വരുമ്പോൾ 3 കോളുണ്ട്. തിരിച്ചു വിളിച്ചു ഐഷ? ഞാൻ തിരിച്ചു വിളിച്ചു. അന്നേരം തൊട്ടേ പ്രാവശ്യം വിളിച്ചിട്ട് എടുത്തില്ല. പിറ്റേ ദിവസവും വിളിച്ചു, അതിൻ്റെ പിറ്റേ ദിവസവും വിളിച്ചു. അങ്ങോട്ട് കോള് പോകുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ലായിരുന്നു. അതിനുശേഷം പിന്നീട് ഐഷയുടെ ഫോണിൽ നിന്ന് ഈ ഐഷയുടെ മിസ്സിംഗ് ആണെന്നുള്ള കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷവും ഐഷയുടെ ഫോണിൽ നിന്ന് കോള് വന്നിരുന്നുണ്ടല്ലേ? വല്ലപ്പോഴും വരുമായിരുന്നു. അത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഐഷ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു തോന്നൽ വരുത്തിക്കാൻ വേണ്ടിയാണോ വിളിച്ചതെന്ന് സംശയിക്കുന്നുണ്ട്? അതെ അതെ, അവർ കൊണ്ടുപോയി. ഐഷ എവിടെയാണോ അവരുടെ കസ്റ്റഡി ഫോണുണ്ട്, അവരുണ്ടെന്ന് അറിയിക്കാൻ എനിക്ക് കോള് വന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ട് വിളിച്ചാലും എടുക്കത്തില്ല. സെബാസ്റ്റ്യനോട് വിവാഹാലോചന നടത്തി റോസ്മി ചേച്ചി കബളിപ്പിക്കാൻ ശ്രമിക്കുവാണെന്ന് റോസ്മി ചേച്ചിക്ക് മനസ്സിലായിരുന്നു അല്ലേ? മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഞാനത് അറിയിക്കാതെ വിവരം അറിയാൻ അച്ഛൻ്റെ അടുത്ത് പോയത്. ഇവിടെ പള്ളിയിലെ അച്ഛനോട് എന്ന് ചോദിച്ചാൽ വിവരങ്ങളൊക്കെ അറിയാൻ പറ്റും. അതുകൊണ്ട് അതാ അച്ഛൻ അന്നേരം ഇത് കേട്ടപ്പോഴേ തലയ്ക്ക് കൈ വെച്ചു. എൻ്റെ പിതാവേ എന്ന് പറഞ്ഞ 2 കൈയും തലയ്ക്ക് കൊടുത്തോണ്ട് കുനിഞ്ഞിരിക്കുക. ഈ ലോകത്തിലുള്ള ഏറ്റവും ഫ്രോഡ് മനുഷ്യൻ ഇതിലും മെച്ചമായിരിക്കുമെന്ന് അച്ഛൻ പറഞ്ഞു. എത്ര നാളുണ്ടായിരുന്നു ഈ സൗഹൃദം? ഒരു 3 മാസമെങ്കിലും കാണും. ഐഷയെ കാണാത്തതിന് ശേഷം പിന്നെ ഇവിടെ വന്നില്ല. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഏറ്റുമാനൂരിലെ ജൈനമ്മയുടെയും ചേർത്തലയിലെ ബിന്ദുവിൻ്റെയും തിരോധാന കേസുകൾക്ക് പിന്നാലെയാണ് ഐഷ കേസും ഉയർന്നു വന്നത്. ഇപ്പോൾ നിർണായകമായിട്ടുള്ളൊരു വെളിപ്പെടുത്തൽ സെബാസ്റ്റ്യൻ്റെ മുൻ കാമുകി കൂടിയായിട്ടുള്ള റോസമ്മ ന്യൂസ് 18 പറഞ്ഞതിൽ ഏറെ ഗൗരവമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഐഷയും സെബാസ്റ്റ്യനും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. ഇയാൾക്ക് നിരവധി സ്ത്രീകളുമായി സൗഹൃദമുണ്ടായിരുന്നു. ഇയാളെ ഒരുപക്ഷെ ഐഷയെ കൊലപ്പെടുത്തിയതാകാം എന്നാണ് റോസമ്മ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ കേസിലെ അങ്ങനെയെങ്കിൽ ഈ കേസിലൊരു പ്രധാനപ്പെട്ട സാക്ഷി കൂടിയാണ് റോസമ്മ. ഈ റോസമ്മയുടെ വെളിപ്പെടുത്തൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇയാളൊരു സീരിയൽ കില്ലറാണോ? ടോമെ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കേസിലെ, അതായത് എനിക്ക് തോന്നുന്നു ഏറ്റുമാനൂർ കേസിലെയും ഒപ്പം തന്നെ ബിന്ദു പത്മനാഭൻ കേസിലെയും ഐഷ തിരോധാന കേസിലും ഏറ്റവും അധികമായി പോലീസിനെ സഹായിക്കാൻ കഴിയുന്ന ഒരാളാണ്. കാരണം എന്താണ് സെബാസ്റ്റ്യൻ എന്നുള്ളൊരു വ്യക്തമായ ചിത്രം നമുക്ക് സെബാസ്റ്റ്യൻ്റെ മുൻ പെൺ സുഹൃത്ത് കൂടിയായിരുന്ന ഈ റോസമ്മയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് എന്നുള്ളതാണ്. അവരെ ഒരു ഘട്ടത്തിൽ വിവാഹം കഴിക്കാനും ഒക്കെ തീരുമാനിച്ച് ഒരുമിച്ചുണ്ടായിരുന്ന ആളുകളാണ്. നമ്മൾ ഈ റോസമ്മ
റോസമ്മയെ കാണുന്നത്, അതായത് ഐഷയുടെ ഈ 2012 ചേർത്തല വാരനാട് നിന്ന് കാണാതായ ഐഷ എന്ന സ്ത്രീ, അവരും ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. അവരെ കാണാതായ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ അന്വേഷണത്തിലാണ് നമുക്ക് റോസമ്മയെ കണ്ടെത്താനായത്. ഈ റോസമ്മയും ആ പരിസരവാസികളുമായി സംസാരിച്ചതിൽ നിന്ന് വളരെ വ്യക്തമായിരുന്നു റോസമ്മയുടെ വീട്ടിൽ നിരന്തരം വന്നുകൊണ്ടിരുന്ന ഒരാളാണ് സെബാസ്റ്റ്യൻ എന്നുള്ളത്. പിന്നീട് ആണ് നമ്മൾ റോസമ്മയെ ഈ പരിസരവാസികളോട് സംസാരിച്ച ശേഷമാണ് റോസമ്മയുമായി സംസാരിക്കുന്നത്. അപ്പോൾ പരിസരവാസികൾ പറയുന്ന ഈ റോസമ്മയുമായി അടുത്ത ബന്ധം ഉണ്ടായിരുന്നു എന്ന് സെബാസ്റ്റ്യൻ തെളിയിക്കുന്ന അതേ വരികൾ തന്നെയാണ് അവരിൽ നിന്ന് നമുക്ക് റോസമ്മയിൽ നിന്നും പിന്നീട് നമുക്ക് ലഭ്യമായിട്ടുള്ളതെന്നാണ്. നമ്മൾ കാണുന്ന ഘട്ടത്തിൽ റോസമ്മ നമ്മളോട് പങ്കുവച്ച വിവരങ്ങൾ വളരെ നിർണായകമാണ്. അതായത് റോസമ്മയും സെബാസ്റ്റ്യനും ഒപ്പം തന്നെ കാണാതായ ഐഷയും ഇവർ 3 പേരും കോമൺ സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതിൽ തന്നെ ഈ സെബാസ്റ്റ്യനും റോസമ്മയും ഒരു ഘട്ടത്തിൽ വിവാഹത്തിലേക്ക് പോകാമെന്നുവരെ ആലോചനയിലേക്ക് പോയ ആളുകളാണ് എന്നുള്ളതാണ്. റോസമ്മ പറയുന്നത് ഈ ഐഷയെ കാണാതാകുന്ന ദിവസം, അതായത് തിങ്കളാഴ്ച രജിസ്ട്രേഷൻ നടത്താനായി ഐഷ വാങ്ങിയ 4 സെന്റ് ഭൂമിയുടെ രജിസ്ട്രേഷൻ, സ്വന്തം പേരിലേക്ക് ആ ഭൂമി എഴുതുന്നതിനുള്ള രജിസ്ട്രേഷന് വേണ്ടിയുള്ള നടപടികൾക്കായി പണം ശേഖരിക്കുന്ന തിരക്കിലായിരുന്നു ഐഷ. അങ്ങനെ റോസമ്മയും കുറച്ച് കാര്യങ്ങൾ ചിട്ടിയും കുടുംബശ്രീ വഴിയും ഒക്കെ കുറച്ച് പണം ഐഷയ്ക്കായി അറേഞ്ച് ചെയ്ത് കൊടുത്തു. അതുകൂടാണ്ട് തന്നെ ഐഷ റിട്ടയർമെന്റിന് ശേഷം ഉണ്ടായിരുന്ന പണം ഉൾപ്പെടെയുള്ള ഈ പണം, ഭൂമി വാങ്ങുന്നതിനുള്ള പണം ഐഷ കൈവശം സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ആ പണം ഒരു ഘട്ടത്തിൽ സെബാസ്റ്റ്യന്റെ കയ്യിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള നിർണായക വെളിപ്പെടുത്തൽ ഇവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഉണ്ടായി എന്നുള്ളതാണ്. ഈ പണം, അതായത് രജിസ്ട്രേഷന്റെ തലേ ദിവസം ഈ പണം വാങ്ങുന്നതിനായി രാവിലെ വീട്ടിൽ ഭക്ഷണം ഉൾപ്പെടെ വെച്ചിട്ട് പോയ ഐഷയാണ് പിന്നെ എന്നേക്കുമായി ആരും കാണാത്തൊരവസ്ഥയിലേക്ക് പോയത് എന്നുള്ളതാണ്. ഈ കേസിനകത്ത് നിർണായകമായ വിവരങ്ങൾ റോസമ്മ ചേർത്തല പോലീസിനോട് ഈ ഐഷ തിരോധാന സമയത്ത് ചേർത്തല പോലീസ് എടുത്ത കേസിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനകത്തൊന്നും കാര്യക്ഷമമായ ഒരു അന്വേഷണവും നടന്നില്ല എന്ന് മാത്രമല്ല, ഈ സെബാസ്റ്റ്യൻ എന്നുള്ള ഒരാൾ ഈ 2025 വരെ 24 വരെ ഒരു ക്രൈമിലേക്ക് വരുന്നത് വരെ ആ കേസുകൾ ഇങ്ങനെ നീണ്ടുപോയി എന്നുള്ളതാണ് ദൗർഭാഗ്യകരം. അതിൽ വളരെ പ്രധാനപ്പെട്ടതായി പറയുന്നത് ഐഷയും ഒപ്പം തന്നെ സെബാസ്റ്റ്യനും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് റോസമ്മ വ്യക്തമാക്കുന്നത്. ഐഷയുടെ വീട്ടിൽ സെബാസ്റ്റ്യൻ ചെല്ലാറുണ്ടായിരുന്നു എന്നുള്ളതും വ്യക്തമാക്കുന്നു. ഇതിൽ തന്നെ ബിന്ദു പത്മനാഭന്റെ തിരോധാനത്തിന് ശേഷമാണ് ഈ റോസമ്മയുമായി ഇയാൾ അടുപ്പത്തിലാകുന്നത് എന്നുള്ളതാണ്. ആ റോസമ്മ പറയുന്ന ഒരു ചില നിർണായക വിവരങ്ങളുണ്ട്. അതായത് താൻ ഇല്ലാതിരുന്ന ഒരു ദിവസം തൻ്റെ പുതുതായി വാങ്ങിയ 40 സെന്റ് ഭൂമി JCB കൊണ്ടുവന്ന് ഇയാൾ കിളപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ ഉണ്ടായിരുന്ന കുറ്റികളൊക്കെ പിഴുതെടുക്കുന്നതിന് വേണ്ടി ആഴത്തിലുള്ള കുഴിയെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അന്ന് വൈകിട്ട് നാട്ടിൽ പോയിട്ട് തിരികെ താൻ വീട്ടിലേക്ക് വരുമ്പോൾ ആ ദിവസം മുഴുവൻ ഒരുമിച്ച് ഐഷയും സെബാസ്റ്റ്യനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ തനിക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നുള്ള അതൃപ്തിയും അവര് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ ഉള്ള ഒരു കൂടിക്കൊഴിഞ്ഞു കിടക്കുന്ന ഒരു ബന്ധം ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ള സ്ഥിരീകരണം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഈ കേസിൽ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തലാണ് ഈ റോസമ്മയുടേതെന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷെ അന്വേഷണ സംഘം ഇതുവരെയും റോസമ്മയെ പോലെയുള്ള ഒരാളെ, അതായത് ഇവർ രണ്ടുപേരുടെയും കോമൺ സുഹൃത്തായ റോസമ്മയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അത്ഭുതകരമായി തോന്നുന്നത്. എന്തായാലും റോസമ്മ വിശദീകരിച്ച ഓരോ കാര്യങ്ങൾക്കും പ്രാധാന്യമുണ്ട്. അതായത് ഐഷയുടെ പണം ഈ പറഞ്ഞ പോലെ സെബാസ്റ്റ്യന്റെ കൈവശം ഉണ്ടായിരുന്നു. സെബാസ്റ്റ്യൻ ഐഷയോടും ആ സൗഹൃദം സ്ഥാപിച്ചു പോന്നിരുന്നു, അടുത്ത ബന്ധം പുലർത്തി പോന്നിരുന്നു. അതിൽ തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഈ പൈസ തിരികെ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് റോസമ്മ ഉറപ്പിച്ചു പറയുന്നത് ഐഷ പോയത് സെബാസ്റ്റ്യന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങാനായാണ് പോകുന്നത്. പിറ്റേ ദിവസത്തെ ആധാരം നടത്തുന്നതിന് വേണ്ടിയുള്ള പണം വാങ്ങാനാണ് പോയത്. ആ ഒരു പോക്കാണ് മിസ്സിംഗ് ആയത് എന്നുള്ളത് കൃത്യമായി പറയുന്നു. മറ്റൊന്ന്, ഈ എല്ലാ കേസുകളിലും ഉണ്ടായ സമാനമായ ഒരു മോഡസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതായത് ഈ ഐഷയുടെ കേസിൽ ഐഷയല്ല, ബിന്ദു പത്മനാഭൻ കാണാനില്ല എന്ന് പറയുന്ന ഘട്ടത്തിലും ബിന്ദു പത്മനാഭന്റെ ഫോണിൽ നിന്നുള്ള കോളുകൾ ബന്ധുക്കൾക്ക് ലഭിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഈ കോളുകൾക്കൊന്നും മറുപടി ഉണ്ടാവില്ല, മിസ് കോളോ അല്ലെങ്കിൽ അത്തരം ആ രീതിയിലുള്ള ഒരു സ്വഭാവം ഇതിനകത്ത് ഉണ്ടായിരുന്നു. സമാനമായി തന്നെ ഐഷ മിസ്സിംഗ് ആയതിനു ശേഷം അന്നത്തെ ദിവസം ഞായറാഴ്ച രാവിലെ 3 കോളുകൾ ഐഷയുടെ ഫോണിൽ നിന്ന് റോസമ്മയ്ക്ക് വന്നു എന്ന് റോസമ്മ സ്ഥിരീകരിക്കുന്നുണ്ട്. പള്ളിയിൽ പോയി തിരിച്ചു വന്നതുകൊണ്ട് ഫോൺ തിരിച്ചു വന്നപ്പോഴാണ് കാണുന്നത്. അതുകൊണ്ട് ആ കോളിലേക്ക് തിരിച്ച് ഐഷയെ വിളിച്ചപ്പോൾ പിന്നെ ഐഷ ഒരിക്കലും ഫോൺ എടുത്തിട്ടില്ല എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. പക്ഷെ അവർ പറയുന്ന പല നിർണായക കാര്യങ്ങളുണ്ട്. ഈ ബിന്ദുവിൻ്റെതിനെയും ഈ ജൈനമ്മയുടെയും സമാനമായി തീർച്ചയായും ഇടവേളകളിൽ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒട്ടേറെ ദുരൂഹതകൾ നിറഞ്ഞതാണ് സെബാസ്റ്റ്യന്റെ ജീവിതം. വലിയ ഭൂവുടമയാണ്, വസ്തു ഇടപാടുകാരനാണ്.
പക്ഷേ ഇയാൾക്ക് നിരവധി സ്ത്രീകളുമായി സൗഹൃദമുണ്ടായിരുന്നു. അതിൽ നേരത്തെ ശരണ്യ സൂചിപ്പിച്ചതുപോലെ ഈ വിധവകളായിട്ടുള്ള അല്ലെങ്കിൽ വിവാഹമോചിതരായിട്ടുള്ള സ്ത്രീകളുമായിട്ടുള്ള ബന്ധം ഇതിവരെ സാമ്പത്തികമായി ഇവരെ കബളിപ്പിക്കുക, ഇവരുടെ വസ്തു തട്ടിയെടുക്കാൻ വേണ്ടിയായിരുന്നു ഈ സൗഹൃദം, അതല്ല ലൈംഗികമായി അവരുടെ ചൂഷണം ചെയ്യുക. അങ്ങനെ ലൈംഗിക വൈകൃതമുള്ളൊരു വ്യക്തിയാണോ സെബാസ്റ്റ്യൻ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായ വിവരം? ഇതൊരു ഒരുപക്ഷെ നമ്മൾ ഈ സെബാസ്റ്റ്യന്റെ കേസിൽ ബിന്ദു പത്മനാഭനുമായി ബന്ധപ്പെട്ട കേസ് പരിശോധിക്കുമ്പോൾ ആ ബിന്ദു പത്മനാഭന്റെ സ്വത്തുക്കൾ 2013 പവർ ഓഫ് അറ്റോർണി ഉപയോഗിച്ച് സെബാസ്റ്റ്യന്റെ സംഘവും തട്ടിയെടുക്കുമ്പോൾ സെബാസ്റ്റ്യൻ ഒറ്റയ്ക്കല്ല, സെബാസ്റ്റ്യന്റെ കൂടെ അന്ന് വന്ന ചില ആളുകളുണ്ട്. അതിൽ 3 പ്രതികൾ ആ കേസിനകത്ത് വന്നു എന്നുള്ളതാണ്. അതിലൊരു LIC ഏജന്റായ സ്ത്രീക്ക് പണം നൽകിയിട്ട് പണം നൽകാമെന്ന് വാഗ്ദാനം നൽകി. അവർക്ക് ആ പണം അത്രയും കൊടുത്തിട്ടില്ലെന്നാണ് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാഗ്ദാനം നൽകി മിനി എന്നൊരു സ്ത്രീയെ കൂടി ഇതിനകത്ത് കൊണ്ടുവന്ന് അവരെയാണ് ബിന്ദു പത്മനാഭന് പകരമായി രജിസ്ട്രാർ ഓഫീസിൽ അവതരിപ്പിച്ചുകൊണ്ട് രജിസ്ട്രേഷൻ നടത്തിയത്. അത്തരത്തിൽ ആ ഒരു ഘട്ടത്തിൽ സെബാസ്റ്റ്യന് നല്ല തോതിൽ പണം കിട്ടിയിട്ടുണ്ട്. അതായത് ബിന്ദുവിന്റെ ഇടപ്പള്ളിയിലുള്ള സ്ഥലം ഉൾപ്പെടെ വിറ്റ ഇനത്തിൽ ആ തട്ടിപ്പിൽ കോടിക്കണക്കിന് രൂപ സെബാസ്റ്റ്യന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ പണം ഉപയോഗിച്ചുകൊണ്ട് അയാൾ പിന്നെയും അയാൾ ഓരോ ക്രൈമിലും അയാൾക്ക് കോൺഫിഡൻസ് ലെവൽ വളരെയധികം കൂടുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ അന്വേഷണ സംഘവുമായൊക്കെ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇയാൾ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരു ഹാബിച്വൽ ക്രിമിനൽ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരാളാണ് അയാൾ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് തന്നെ ആ ഒരു മോഡസ് തന്നെയാണ് ഇപ്പോൾ ഈ എല്ലാ കേസുകളിലും വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ ആയിഷയുടെ ഫോണിൽ നിന്നും ഐഷയുമായി മക്കളുമായിട്ടൊന്നും ഐഷ ബന്ധമുണ്ടായിരുന്നില്ല. അപ്പോൾ ഐഷയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന റോസമ്മയുടെ ഫോണിലേക്ക് കൃത്യമായ ഇടവേളകളിൽ കോൾ വന്നുകൊണ്ടേയിരുന്നു. തിരിച്ചു വിളിക്കുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ കോൾ എടുത്തു കഴിഞ്ഞാൽ മിണ്ടില്ല. ആ രീതിയിൽ ഐഷ എവിടെയെങ്കിലും ഒക്കെ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളൊരു തോന്നലുണ്ടാക്കുന്ന രീതിയിൽ ഇയാൾ ഈ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് തന്നെയാണ് നമ്മൾക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ പിടിയിലായ ഇയാളുടെ ഏറ്റുമാനൂർ കേസിനകത്ത് പോലീസ് ഏറ്റവും നിർണായകമായി ക്രൈംബ്രാഞ്ചിൽ ലഭിച്ചത്. ഇയാൾ വിളിച്ച കോളും ഈ ഫോൺ, അതായത് ജൈനമ്മയുടെ ഫോൺ ഇയാളുടെ പക്കൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ക്രൈംബ്രാഞ്ചിന് കണ്ടെത്താൻ കഴിഞ്ഞതോടെയാണ് ഈ കേസ് ഒരു നിർണായകമായ വഴിത്തിരിവിലേക്ക് പോവുകയും ഇപ്പോഴും മറ്റ് കേസുകളൊക്കെ ഉയർന്നു വന്നുകൊണ്ടേയും ഇരിക്കുന്നത്. പക്ഷേ ആ ഒരു രീതിയിൽ ഉയർന്ന ഇയാൾ എല്ലാവരും ലഹരി ഉപയോഗം ഉണ്ടായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ മോഷണം ഉണ്ടായിരുന്നതാണ് അടുത്ത വീടിനോട് തൊട്ട് ചേർന്നുള്ള ആളുകളൊക്കെ നമ്മളോട് വ്യക്തമാക്കിയത്, ബന്ധുക്കൾ നമ്മളോട് വ്യക്തമാക്കി. ആ രീതിയിലുള്ള ചില ഇടപാടുകൾ ഉള്ള ആളായിരുന്നു സെബാസ്റ്റ്യൻ. പിന്നെ വളരെ വിചിത്രമായ സ്വഭാവം, സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു. അത് എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും സ്ത്രീകളുമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇയാൾ നോട്ടമിടുന്നത് മുഴുവൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെയാണ്. ഇപ്പോൾ ഐഷയാണെങ്കിൽ റിട്ടയർഡ് എംപ്ലോയി ആണ്. ഈ നമ്മൾ കണ്ട റോസമ്മ എന്ന് പറഞ്ഞ സ്ത്രീ, റോസമ്മ നമ്മളോട് പറഞ്ഞത് ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. സെബാസ്റ്റ്യൻ തീരുമാനിച്ചാൽ അത് ചെയ്യുന്ന ഒരാളാണ്, എല്ലാം കണക്ക് കൂട്ടി ചെയ്യുന്ന ഒരാളാണ് എന്ന വരിയാണ് നമ്മളോട് ഈ റോസമ്മ പറഞ്ഞതെന്നുള്ളതാണ്. ഭാഗ്യത്തിന് താൻ ഇടവകയിലെ വിവാഹം കഴിക്കാമെന്ന് നിർബന്ധിച്ചു തന്നെ. തീർച്ചയായും ഏറെ ഗൗരവമുള്ളൊരു വെളിപ്പെടുത്തലാണ് റോസമ്മ നടത്തിയത്. ശരണ്യ സ്നേഹജൻ സൂചിപ്പിച്ചതുപോലെ ഇത്തരം പല രീതിയിലുള്ള സ്വഭാവ വൈകൃതമുള്ളൊരു വ്യക്തി, ഒരു വലിയ കുറ്റവാളി, ഒരു കൊടും കുറ്റവാളി തന്നെയാണ് സെബാസ്റ്റ്യൻ എന്നാണ് ഈ വെളിപ്പെടുത്തൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ പേർ സെബാസ്റ്റ്യൻ്റെ ആക്രമണങ്ങൾക്ക്, ക്രൂരതയ്ക്ക് ഇരയായിട്ടുണ്ടോ എന്ന കാര്യവും പരിശോധിക്കേണ്ടതാണ്.